ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നന്ദു ആദർശിനെ ഫോണിൽ വിളിച്ചിട്ട് നന്ദു അറസ്റ്റ് ചെയ്ത ആൾ സ്വർണം മൂർത്തേശ് ജ്വല്ലറിക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദർശ് പറഞ്ഞു, എൻ്റെ അറിവോടുകൂടി ഇപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വർണ്ണമൊന്നും അങ്ങനെ ഇപ്പോൾ വാങ്ങാറുമില്ല എന്ന്. അതെ, ആദർശേട്ടനൊന്നും അറിയുന്നില്ല, പക്ഷെ അറിഞ്ഞവരവിടെ ഉണ്ടെന്നുള്ള കാര്യം നന്ദു അങ്ങനെ പറയുക. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ വന്ന ആ സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു വ്യക്തമായ മറുപടിയൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല എന്ന് നന്ദു പറയണു. പിന്നെ അതുകൊണ്ട് തന്നെ ഇത്തവണ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാമെന്നാണ് കരുതുന്നതെന്ന് പറയുമ്പം നന്ദു ഒന്ന് പോയതിന് ശേഷം അയാളെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആദർശ് പറയുക. പിന്നെ വ്യക്തമായ തെളിവൊന്നും ഇല്ലാതെ അയാളെ പറഞ്ഞു വിടാനും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇനി പറഞ്ഞു വിടേണ്ടി വരും ആദർശേട്ടാ, അതുപോലെ ആ കാര്യങ്ങളുടെ പോക്ക്. വിശ്വസ്തരായ പലരും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നന്ദുവിനോട് പറഞ്ഞല്ലോ, അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഗുണം ചെയ്യുന്നതെന്ന്. എന്തായാലും 2-3 ദിവസത്തിനകത്ത് ഈ കേസിന് ഒരു വ്യക്തത വരും ആദർശേട്ടാ. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണം സെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശമൊന്നും ഞെട്ടി. അതിലെനിക്ക് വലിയ അത്ഭുതവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, കാരണം കുടുംബത്തിലുള്ള അസുരൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് നന്ദു ഇങ്ങനെ ആദർശിനോട് പറഞ്ഞു. പിന്നെ അഭിയുടെ കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയണേ എന്ന് പറയുമ്പോൾ ആദർശൻ അതിനേക്കാളും വലിയ ടെൻഷനും ആദ്യമൊക്കെ. അവനും ഈ സുഭാഷും അതുപോലെ ആ സ്വർണ്ണപ്പണിക്കാരനും ഒക്കെ തമ്മിൽ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ ഞാൻ അയാളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്തിനാ നന്ദു എന്നോട് ചോദിക്കുന്നത്, അതൊക്കെ നന്ദുവിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ, അപ്പോൾ സംശയം തോന്നുന്ന എല്ലാവരെയും നന്ദുവിന് ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ശരി ആദർശേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ തല പൊങ്ങഞ്ഞ് ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവാണ്. അപ്പം നന്ദു അയാളെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ്, അതാ സ്വർണ്ണപ്പണിക്കാരനെ. അപ്പോൾ അന്ന് ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നപ്പോൾ തൻ്റെ ഭാര്യയുടെ പേരിൽ കണക്കില്ലാത്ത പണം ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനൊരു സുഭാഷ് കൃഷ്ണനെ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളിങ്ങനെ പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നന്ദു ഇയാളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. മാഡം സുഭാഷോ, അതാരാ, അയ്യോ ഓർക്കുന്നില്ലല്ലേ എന്ന് നന്ദു ചോദിച്ചു. അങ്ങനെ പേരുള്ള ഒരാളുടെ നമ്പറിലേക്ക് ചേട്ടൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഇനി സുഭാഷിന് വേറെ വല്ല പേരും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ന് നന്ദു പറയുമ്പം, ഓഹോ ആ സുഭാഷ്, അയാൾ മൂർത്തീസ് ജ്വല്ലറിക്ക് ഗോൾഡ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കൊണ്ടു തരാറുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല മാഡം എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിങ്ങൾ തമ്മിൽ 10-20 തവണ വിളിച്ചിട്ടില്ലേ, അതേ സമയത്താണ് നിങ്ങളുടെ വൈഫിൻ്റെ അക്കൗണ്ടിൽ വലിയ വലിയ തുകകൾ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരുന്നതെന്നുള്ള കാര്യവും നന്ദു പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിലും ആ സമയത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ സോഴ്സ് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് ഇയാളോട് നന്ദു ചോദിക്കുമ്പോൾ ഇയാൾ നിന്നങ്ങ് ഉരുകുക, വിയർക്കുക. അത് പിന്നെ മാഡം, അല്ല മാഡം ഞാൻ പറഞ്ഞിരുന്നല്ലോ ചിട്ടിയൊക്കെ പിടിച്ചായിരുന്നുവെന്ന്. അതുകൂടാതെ പിന്നെ ഓണത്തിനും ക്രിസ്മസിനും ഞങ്ങൾക്ക് കുറച്ച് ബോണസൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ഇയാൾ പറഞ്ഞപ്പം അതിന് വ്യക്തമായ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു നന്ദു ഇയാളോട്. ഇനിയിപ്പോൾ എത്ര രൂപ ബോണസ് തന്നെന്ന് ആദർശേണ്ണി ഒന്ന് വിളിച്ച് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു നന്ദു. ഇയാൾ നിന്നങ്ങ് ഉരുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ഷങ്ങൾ നിങ്ങളുടെ വൈഫിൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്നാണ് നന്ദു പറയൂ. അത് പറഞ്ഞില്ലെങ്കിൽ കുടുംബം മുഴുവനും ജയിലിലാകുമെന്നും പറഞ്ഞു. അപ്പോൾ ഭാര്യയും 2 പെൺകുട്ടികളും അല്ലേ ഇയാൾക്കുള്ളത്, അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി കൂടി കളയണമെന്നൊക്കെ നന്ദു ചോദിക്കുക. സുഭാഷും മൂർത്തീസ് ജ്വല്ലറിയിൽ സ്വർണം സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ താനും അയാളും തമ്മിൽ ഇത്രയധികം കോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു നന്ദു. അതിനു മുൻപ് 5 വർഷത്തെ തൻ്റെ കോൾ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അതിൽ വർഷത്തിൽ 1-2 തവണയെ താൻ അയാളെ വിളിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഇയാളങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പക്ഷേ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇങ്ങോട്ട് സ്ഥിരം വിളിയായിരുന്നല്ലോ എന്നും പറഞ്ഞു. പിന്നെ ഇയാൾക്കെല്ലാം പറയാനുണ്ടോ? ഇടയ്ക്കൊന്നും നിലച്ചായിരുന്നു, എന്നാലെന്നാ ഇപ്പോഴേ 4-5 ദിവസമായിട്ട് വിളിയോട് വിളിയല്ലേ. അതായത് ഈ അന്വേഷണം തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു തിരിമറി നടക്കാതെ അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് കുത്തിന് കയറി അങ്ങ് പിടിച്ചു. പറയടോ, സത്യം പറഞ്ഞില്ലെങ്കിൽ താൻ ഇവിടെ നിന്നൊന്നും പോകത്തില്ല എന്നും പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ മാഡം ഞാൻ എല്ലാം പറയാം മാഡം, ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞു അയാൾ കൈ കൂപ്പി നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് പച്ച വെള്ളം കുടിച്ചിറക്കുന്നത് പോലെ അബിയുടെ കാര്യങ്ങൾ മുഴുവനും അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്തു. അബി തീർന്നു എന്ന് തന്നെ കൂട്ടാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ഇങ്ങനെ അവിടെ അതിലിങ്ങനെ വരുന്ന സമയത്ത് നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ നയന ചെന്ന് കോൾ എടുത്തു. അപ്പോൾ അത് നന്ദു ആണ് വിളിക്കുന്നത്, സോറി ഓമന ചേച്ചിയാണ് വിളിച്ചത്. അപ്പോൾ
ഹലോ ഓമന ചേച്ചി എന്താ കാര്യം ചോദിക്കുമ്പോൾ അനഘമോൾക്ക് നല്ല സുഖമില്ല മോളെ എന്ന് ഓമന ചേച്ചി പറയൂ കേട്ടോ. ഭയങ്കര ശ്വാസം മുട്ടലാണെന്നും ഞാൻ ഓക്സിജൻ മാസ്ക് വെച്ച് നോക്കിയിട്ടും ഒരു രക്ഷയില്ല മോളെ എന്നൊക്കെ പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് പേടിയായി. അപ്പോൾ പെട്ടെന്ന് കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റുമെന്ന് പറയുമ്പോൾ ശരി ഓമനേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു നയന സെക്കൻഡ് തന്നെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ചു. അപ്പോൾ നന്ദുവിനെ വിളിച്ച് കാര്യം പറയുക, മോളെ നീ എത്രയും പെട്ടെന്ന് അനഘയുടെ വീട്ടിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചേച്ചി കാര്യമെന്ന് ചോദിച്ചു. ഇപ്പോൾ അവിടുന്ന് ഓമനേച്ചി എന്നെ വിളിച്ചായിരുന്നു, അനഘയ്ക്ക് തീരെ സുഖമില്ലെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയുക. പിന്നെ നല്ല ശ്വാസമുട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദുവിനും ആകെ വല്ലാണ്ടായി. എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പം ശരി ചേച്ചി ഞാൻ ഇതേ പുറപ്പെടുവാണെന്ന് പറഞ്ഞു നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പറഞ്ഞു തീർന്നില്ല, സെക്കൻഡുകൾ കൊണ്ട് അനഘയുടെ വീട്ടിലെത്തി നമ്മുടെ നന്ദു. അപ്പോൾ എന്താ ചേച്ചി പറ്റിയ എന്താ കാര്യമെന്ന് ചോദിച്ച് നന്ദു ഓടി ചെന്നപ്പോഴത്തേക്ക് ഇത്തിരി കൂടുതലാണ് മോളെന്നും പറഞ്ഞുകൊണ്ട് ഓമന ചേച്ചി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ അഭി വന്നായിരുന്നു, അതിന് ശേഷം ഇങ്ങനെ ആയതെന്ന കാര്യമൊക്കെ ഓമന ചേച്ചി പറയുമ്പം ചേച്ചി ഒന്ന് പിടിച്ചതെന്നും പറഞ്ഞ് നന്ദുവും ചേച്ചിയും കൂടെ പിടിച്ച് നമ്മുടെ അനഘയെ പോലീസ് ജീപ്പിൽ കയറ്റി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന ഇങ്ങനെ കയറി വരുന്നു. നയന കയറി വന്നപ്പോഴത്തേക്കും ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി വെച്ച് സ്റ്റൈലിഷായിട്ട് ദേ ഇറങ്ങി വരികയാണ് നമ്മുടെ അഭിമോൻ. അപ്പം നയനയുടെ വരവും നിപ്പൊക്കെ കണ്ടപ്പോൾ അത്ര പന്തിയല്ല എന്നിവന് മനസ്സിലായി. ഇവനിങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നയനയെ നോക്കുക, ഇവനെ കലിപ്പോടുകൂടി നോക്കി നിൽക്കുക നയന. അപ്പോൾ പേടിയുള്ളത് കൊണ്ട് കള്ള ലക്ഷണമായിട്ട് ഇങ്ങനെ സൈഡ് തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങോട്ടാ നീ ഇപ്പോൾ ഈ ഉടുത്തിറങ്ങി പോകുന്നേ, ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിലോ? അല്ല എന്തിനാ ഏട്ടത്തി, ആ പാവ അനഘയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയടാന്ന് നയന പറയാം. അപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. ഇനി അവൾ മരിച്ചോ ജീവിച്ചോ എന്നറിയാനാണോടാ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പം അയ്യോ അതൊക്കെ എപ്പോൾ സംഭവിച്ചു, നിനക്കറിയില്ലേടാ എപ്പോൾ സംഭവിച്ചു എന്ന്? അയ്യോ എനിക്കറിയത്തില്ല. നീ അനഘയെ കാണാൻ പോയപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണുമോ പെങ്കൊച്ചിനെ? ഇല്ലടാ എന്നും ചോദിച്ച് നയന ദേഷ്യപ്പെടുക. അല്ലെങ്കിൽ ബലമായിട്ട് ആ പാവത്തിൻ്റെ വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തോടാ നീ എന്നൊക്കെ ചോദിക്കുമ്പം എന്തിനാ ഏട്ടത്തി എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഏട്ടത്തി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ഈ അഭി പറയുമ്പം ഞാൻ നേരത്തെ നിനക്കൊന്ന് വാണിംഗ് തന്നതായിരുന്നു. ദേ അനഘയ്ക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവിതം അവിടെ തീർന്നെന്ന് നീ കരുതിക്കോളാനും നയന പറയുക. അല്ല ഏത് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയിരിക്കുന്ന ഏട്ടത്തി സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നിടത്ത് തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി വിവരമൊന്നും അന്വേഷിക്കായിരുന്നു, നീ അങ്ങോട്ട് പോകരുത്, അവിടെ അനഘയെ നോക്കാനേ ആളുണ്ടെന്ന് നയന അന്നേരം നിന്നോട് പറയുക. അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഗത്ത് തെറ്റുമായിക്കാവുന്നതാണോടാ നിന്റെ വിചാരം? അങ്ങനെയാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ നിൻ്റെ ഒരു കുഞ്ഞുണ്ടടാ, അതിൻ്റെ ഒരു മുടിനോരും മതി, നീയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയിക്കാനെന്നുള്ള കാര്യം നയന അഭിയോട് പറഞ്ഞു. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇനി നവ്യേച്ചി അതിൻ്റെ പേരിൽ ഒരു ഉടക്കുണ്ടാക്കിയ ചേച്ചിയെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു നയന. അപ്പോൾ എനിക്കതൊക്കെ അറിയാലോ ഏട്ടത്തി, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. ഒരിക്കലും അല്ല, നീ ചെയ്ത തെറ്റിൻ്റെ ആഴവേ നിനക്കറിയാമായിരുന്നെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ നീ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേനെ അഭി. നീ ഒന്നിനൊന്ന് തെറ്റുകൾ മാത്രമല്ല ചെയ്യുന്നുള്ളൂ, നീ ചന്തുമോളെ കാണുമ്പോൾ അതിനൊന്ന് സ്നേഹിച്ചേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഭയന്നിട്ടാ നീ ആ കുഞ്ഞിനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യുന്നത്, ശരിയല്ലേടാന്നൊക്കെ നയന ചോദിക്കുവാണ്. പിന്നെ നിന്നെപ്പോലെ ഒരുത്തൻ ചന്തുമോളുടെ അച്ഛനാണെന്ന് മോള് പറയണമെന്ന് ഞങ്ങൾക്ക് തീരെ ആഗ്രഹവുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാത്തതെന്നുള്ള കാര്യവും നയന ഇവനോട് പറയുക. നിനക്ക് ചന്തുമോളുടെ അടുത്തേ സ്നേഹമില്ല, അതാ സത്യം. നവ്യേച്ചിയുടെ കുഞ്ഞിനോടും നിനക്ക് സ്നേഹമില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. നിന്റെ ഭാഗത്തെ തെറ്ററിയാവുന്ന നീ ഒരവസരം കിട്ടിയാൽ ചന്തുമോളെ കൂടി ഇല്ലാണ്ടാക്കുമെന്നും ഞങ്ങൾക്കറിയാവുന്ന നയന ഇവനോട് പറയുവാണ്. അങ്ങനെ ഒരു പിശാചിൻ്റെ ജന്മമാടാ നീ എന്നും പറഞ്ഞ് അവനെ ശരിക്കും എടുത്തിട്ട് അലക്കി വിരിച്ചിട്ട് നയന അവിടെ നിന്ന് പോയി. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഡോക്ടർ അവിടെ നന്ദുവിനെ വിളിച്ചു അനഘയെ പരിശോധിച്ചതിന് ശേഷം. അപ്പോൾ നന്ദു വന്നിരുന്നു. എന്തായി ഡോക്ടറെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനഘ റിക്കവറായിട്ട് വരികയായിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർ നന്ദുവിനോട് പറയുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ള കാര്യവും ഡോക്ടർ പറയണം. ബലപ്രയോഗം നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഡോക്ടർ നന്ദുവിനോട് പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ നന്ദുവിനോട് പറയുക. പിന്നെ അത് ചെയ്തത് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുതെന്നുള്ള കാര്യം ഡോക്ടർ പറയുമ്പം ഡോക്ടർക്ക് അറിയാമല്ലോ, ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു സ്ത്രീയാണ് അവരുടെ കുഞ്ഞിനെ എൻ്റെ ചേച്ചി ഏട്ടനും കൂടി ഏറ്റെടുത്തതാണ് അവർക്ക് ആകെയുള്ളൊരു ആശ്വാസം എന്നുള്ള കാര്യം പറഞ്ഞ് അതിനിടയിൽ ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നും നന്ദു പറഞ്ഞു.
അനഘയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നതാ. അതുകൊണ്ടാണ് അവിടെ ഒരു സെർവൻറ്റിനെ വെച്ചത്. പക്ഷേ അവരുടെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നതെന്ന് നന്ദു പറയാം. അപ്പം അനഘയ്ക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുക അത്യാവശ്യമാണെന്നും അവരെ ഓരോ പ്രാവശ്യം ഇവിടെ ചെക്കപ്പിന് കൊണ്ടുവരുമ്പോഴും ഞാൻ അത്ഭുതത്തോടെയാണ് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നതെന്നും നമ്മുടെ ഡോക്ടർ നന്ദുവിനോട് പറയൂ കേട്ടോ. ചിലപ്പോൾ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പോലും ഞങ്ങൾ ഡോക്ടേഴ്സിന് പലവട്ടം തോന്നിയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ ആ ഒരു സമയത്താണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ഡോക്ടർ പറയപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിനും ആകെ ടെൻഷനായി. ഇനിയെങ്കിലും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ നോക്കണമെന്ന് പറയുമ്പം ശരി ഡോക്ടർ, എനിക്ക് അനഘയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ, ഞാൻ വിളിച്ച് പറയാം, പോയി കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ട് നന്ദു അങ്ങ് പോയി. അതിനുശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അനക്ക ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ അവിടെ കിടക്കുമ്പോൾ നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഈ കിടപ്പൊക്കെ കണ്ടപ്പോൾ നന്ദുവിന് സഹിച്ചില്ല. നന്ദുവിന് ശരിക്കും സങ്കടം വന്നു. അപ്പോൾ നന്ദു അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് അങ്ങ് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ നന്ദു ചെന്ന് പതുക്കെ അനക്കയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ മയക്കത്തിലായിരുന്നു അനക്ക. പതുക്കെ കണ്ണ് തുറന്നു ഇങ്ങനെ നന്ദുവിനെ നോക്കുക കേട്ടോ. അപ്പോൾ അഭിയുടെ കാര്യം പറയാൻ അനഘയോട് മാത്രമല്ല നല്ലവരിൽ നല്ലവനായ ആദർശേട്ടനോട് പോലും നീതികേട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിനുള്ള ശിക്ഷ അവന് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് നന്ദു ഇങ്ങനെ അനഘയോട് പറയുവാണ്. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ എന്നൊക്കെ നന്ദു ഇങ്ങനെ അനഘയോട് പറഞ്ഞു. അതും പറഞ്ഞ് അനഘയെ സമാധാനിപ്പിക്കാൻ നമ്മുടെ നന്ദു. എന്നിട്ട് ഇങ്ങനെ പോരുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. അപ്പോൾ വിളിച്ചത് വിഘ്നേഷും രാകേഷും കൂടിയാണ്. ഹലോ പറയടാ നന്ദു, അനാമിക ഇപ്പോൾ ഹോട്ടലിൽ കയറുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ അയാളും ഉണ്ട്, അബി എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ ഏത് ഹോട്ടലിലേക്കാണ് കയറിയെന്ന് ചോദിക്കുമ്പം ഇവിടെ ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ ഹോട്ടലുണ്ടല്ലോ അവിടെയാണ് കയറിയതെന്ന് പറഞ്ഞു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളിടത്താണോ? അപ്പോൾ അതേന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദു കാര്യങ്ങളൊക്കെ ആക്കി അങ്ങോട്ട് പുറപ്പെടാനായിട്ട് ഒരുങ്ങും. ഈ സമയത്ത് അബിയും അതുപോലെ അനാമിക മോളും കൂടി കുടിക്കാൻ ജ്യൂസൊക്കെ മേടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ജ്യൂസും കുടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ നന്ദു ഫോൺ എടുത്ത് ഹോട്ടലോടമേ വിളിച്ചു. ഞാൻ നന്ദന, ഈ സ്റ്റേഷനിൽ SI ആണെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ മാഡം, എന്നെ അറിയാമല്ലോ അല്ലേ? അപ്പം ഞാൻ ഫ്രണ്ട്സുമായി പലപ്പോഴും ആ ഹോട്ടലിൽ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പം അതെന്ത് പറച്ചില്ല മാഡം, എനിക്ക് പിന്നെ മാഡത്തിനെ അറിയത്തില്ലേന്ന് ഇയാൾ ചോദിക്കുക. എന്തായിരുന്നു വിളിച്ചത്? അത് പിന്നെ അവിടെ അഭിയുണ്ടോ, അനന്തപുരിയിലെ അഭി എന്ന് ചോദിച്ചു നന്ദു. അപ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഇവിടെ ഇരിപ്പുണ്ടല്ലോ മാഡം, കൂടെ ഒരു പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് എനിക്ക് റെക്കോർഡ് ചെയ്ത് തരണമെന്ന് നന്ദു പറയാം. അപ്പോൾ ഞാൻ നോക്കാം മാഡം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊന്നത് അയച്ചും കൂടെ തരണം കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ മാഡം എന്ന് പറഞ്ഞു. എന്നിട്ട് നൈസായിട്ട് ഇവനെ പൂട്ടാൻ നമ്മുടെ നന്ദു അതിബുദ്ധി കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ അഭിപ്രായ പ്രകാരമായ ആൾ ഇവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പതുക്കെ അവരെ ചുറ്റിപ്പറ്റി അങ്ങ് ചെല്ലുന്നു. ഈ സമയം പിന്നെ നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് അവിടെ ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുക. നമ്മൾ അബിയെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവനോട് പരുഷമായൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും പിന്നെ അവൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ട് നന്ദു വിളിച്ചു പറയുകയും ചെയ്തെന്നുള്ള കാര്യവും നയനെ പറയുക. അപ്പം അബിയുടെ കുറച്ച് ആൾക്കാർ ആ വീടിന് ചുറ്റുമുണ്ടെന്ന് നേരത്തെ തന്നെ അറിവ് കിട്ടിയതാണെന്ന കാര്യം ആദർശം നേരം പറയുക. അതനുസരിച്ച് അവന്മാരെയെല്ലാം നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് നീക്കുകയും ചെയ്തതാണെന്നും പിന്നെ അതുകൊണ്ടായിരിക്കണം അവനിപ്പോൾ നേരിട്ട് പോയതെന്നുള്ള കാര്യമൊക്കെ ആദർശ് ഇങ്ങനെ നയനയോട് പറയുക കേട്ടോ. പിന്നെ നന്ദു നിന്നോട് അവൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അനഘയുടെ കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല, ആ സ്വർണ്ണക്കടത്ത് കേസിൽ അതിൽ ബന്ധപ്പെട്ട അബി എന്തൊക്കെയോ തിരുമറി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും നന്ദു ആകെ ദേഷ്യത്തിലാണ്. അവൻ ചെയ്ത കുറ്റം ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചതിൻ്റെ ഒരു അമർഷം അവൾക്ക് അബിയോട് നേരത്തെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവൾ അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു നയന. അപ്പോൾ ഈ ക്രിമിനലുകളൊക്കെ ജയിലിലാണ് കിടക്കേണ്ടത്, അവർ പുറത്ത് ജീവിക്കാനേ പാടില്ല, അവന് ജയിൽവാസം അനുഭവിക്കാനുള്ള സമയമായെന്നാണ് തോന്നുന്നത്. ഇനി ആരൊക്കെ റെക്കമെൻഡേഷനായിട്ട് വന്നാലും ശരി, അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാനും മുത്തശ്ശനും ശ്രമിക്കാൻ പോവില്ല എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമെന്ന് പറഞ്ഞു നയന. ആ സങ്കടത്തിൻ്റെ പുറത്ത് ഇത്രയും കാലം നമ്മൾ വലിയൊരു സത്യം ഒളിപ്പിച്ച് വെച്ചില്ലേ എന്ന് ആദർശം നേരം ചോദിച്ചു. ഇനിയും ചന്തുമോൾ എൻ്റെ കുഞ്ഞാണെന്ന് നിൻ്റെ ചേച്ചി അറിഞ്ഞാൽ മതി, എനിക്കതിലൊരു പരാതിയും പരിഭവവും ഇല്ല. ചന്തുമോളെ അല്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം മോളായിട്ട് തന്നെയല്ലേ വളർത്തുന്നത്. ആ കുഞ്ഞിനെ ഒരിക്കലും അഭി അച്ഛ എന്ന് വിളിക്കണ്ട എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. എന്ന് കരുതി അഭി ചെയ്യുന്ന എല്ലാ തെറ്റുകളും മൂടി വയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അവൻ ഒരിക്കലെങ്കിലും അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയേ പറ്റുമെന്ന് ആദർശ് പറയുമ്പം നന്ദു അവൻ്റെ പിന്നാലെയുണ്ട്. മിക്കവാറും അവൾ അവനെ തേടി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നതെന്ന് നയന പറയുക. പിന്നെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പം ചേച്ചി അടക്കി പിടിച്ചിരിക്കുക അവൻ ആരാ പൊന്നുമോൻ,
അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം പോവാനായിട്ടേ ഒരൊറ്റ നിമിഷം മാത്രം മതിയല്ലോ എന്നൊക്കെ നയന ആദർശനോട് ഇങ്ങനെ പറയുക കേട്ടോ. അതിന് നമ്മൾ ശ്രമിക്കാതിരിക്കും തോറും അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മാറാൻ തീരെ ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ വരുന്നത് വരട്ടെ ആദർശേട്ടാ, എന്തായാലും അവൻ്റെ ജീവിതത്തിൽ അനഘയുടെ ശാപം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് ആദർശും നയനയും കൂടി ആ ദുഷ്ടനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.